എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ സയൻസ് സെക്കൻഡ് ടെസ്റ്റിലെ മൂന്നാമത്തെ അധ്യായമാണ്. അധ്യായത്തിന്റെ പേര് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്നാണ്. ആദ്യമായി എന്താണ് ദേശീയ വരുമാനം എന്ന് നോക്കാം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് ദേശീയ വരുമാനം. ഒന്നുകൂടി, ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് ദേശീയ വരുമാനം. ഇത് പ്രധാനമായും 3 മേഖലകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഏതെല്ലാമാണ്? കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. അതായത് നാഷണൽ ഇൻകം ഈസ് ദ എമൗണ്ട് earned from the production of goods and services in a country during a year. This is received mainly from 3 sectors. First one agriculture sector, second one industrial sector, third one service sector. ഇനി നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുന്നതിന്, വ്യത്യസ്ത രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന്, വിവിധ മേഖലകളിൽ നിന്നുമുള്ള സംഭാവന മനസ്സിലാക്കുന്നതിന്, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന്, വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന്. അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം: ടു കാൽക്കുലേറ്റ് ദ എക്കണോമിക്കൽ ഗ്രോത്ത് ഓഫ് എ കൺട്രി, ടു കമ്പയർ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഡിഫറെന്റ് കൺട്രീസ്, to assess the contribution of different sector in the economy, to study the problem faced by the economy, to plan different project. അടുത്തതായി, രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപാദനം അഥവാ GNP കണക്കാക്കുന്നത്. ഉപഭോഗത്തിനായി ലഭ്യമാകുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം. അന്തിമ ഉൽപ്പന്നത്തിന്റെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള സാമ്പത്തിക വർഷത്തേക്കാണ് GNP കണക്കാക്കുന്നത്. അതായത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ദ പ്രോഡക്ട്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ കൺസംഷൻ ആർ കോൾഡ് ദ ഫൈനൽ പ്രോഡക്റ്റ്. The GNP of a country is calculated for a particular financial year. In India, a financial year is from 1 April to 31st March. എന്നാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ GDP. വിദേശത്തു നിന്നുള്ള വരുമാനം ഇതിൽ കണക്കാക്കുന്നില്ല. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ദ GDP ഓഫ് എ കൺട്രി ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ. ദ ഇൻകം ഫ്രം അബ്രോഡ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നു. ഈ തേയ്മാനം പരിഹരിക്കുന്നതിനാവശ്യമായ ചെലവിനെ തേയ്മാന ചെലവ് എന്നറിയപ്പെടുന്നു. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും ഈ തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോഴാണ് അറ്റദേശീയ ഉൽപ്പന്നം അഥവാ NNP ലഭിക്കുന്നത്. അറ്റദേശീയ ഉൽപ്പന്നം സമം മൊത്തം ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. With time, goods suffer from wear and tear. The cost incurred to remedy this wear and tear is termed as depreciation charges. When we deduct depreciation charges from the gross national product, we get the net national product. Net national product equals gross national product minus ഡിപ്രീസിയേഷൻ ചാർജസ്. ഒരു രാജ്യത്തെ വ്യക്തികൾക്ക് ലഭിക്കുന്ന ശരാശരി വരുമാനമാണ് പ്രതിശീർഷ വരുമാനം.
ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ ആ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം. അതായത് പ്രതിശീർഷ വരുമാനം സമം ദേശീയ വരുമാനം ഭാഗം ജനസംഖ്യ. രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും രാജ്യങ്ങളെ താരതമ്യം ചെയ്യാനും പ്രതിശീർഷ വരുമാനം നമ്മെ സഹായിക്കുന്നു. അതായത് പെർ ക്യാപിറ്റ ഇൻകം. We get per capita income when we divide the national income by population. Per capita income equals national income by total population. It helps to know the economical position of a country and to compare it with the other countries. Okay, thank you.